ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചറമ്മയുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വല്യമ്മാമ അവിടെ കൈവരിയിലിരുന്ന് കൈവരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന റജിക്കും കുട്ടിച്ചനും ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. വീണയപ്പോൾ അവർക്ക് രസമൊഴിച്ച ചൂട് കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്കുക. അത് കുടിച്ച എല്ലാവരും സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് വല്യമ്മാമ കനിയെക്കുറിച്ച് ചോദിക്കുന്നത്. അവൾ എന്താ വരാത്തത്? അവളൊപ്പം ഉണ്ടായിരുന്നേ നിന്റെ ചടച്ചിലങ്ങ് മാറിയേനെ എന്ന് പറയണ കേട്ടെ. അവൾക്ക് പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അത് കഴിഞ്ഞാൽ വരുന്ന് വീണയും പറയുന്നുണ്ട്. അപ്പോഴാണ് വീണയുടെ ഫോണിലേക്ക് ടീച്ചറമ്മയുടെ ഇരട്ട സഹോദരി ലക്ഷ്മി വിളിക്കുന്നത്. ഇത് കണ്ട വീണ സന്തോഷത്തോടെ ഫോണെടുത്ത് വല്യമ്മ ലക്ഷ്മി കുഞ്ഞിയ എന്ന് പറഞ്ഞ് വീഡിയോ കോളിലിടുക. ഡാർലിംഗ്, എന്തായി വെഡ്ഡിങ് പ്രിപ്പറേഷനൊക്കെ എന്ന് ലക്ഷ്മി കുഞ്ഞ് ചോദിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദേ വല്യമ്മയുണ്ട്, കുട്ടിച്ചനുണ്ട്, റജിയുണ്ട് എന്നൊക്കെ വീണ പറയുമ്പോൾ ശിവരാമൻ ചേട്ടനായിരിക്കുമല്ലേ സൂപ്പർവൈസർ. ശിവരാമൻ ചേട്ടൻ്റെ ഗ്ലാമറൊക്കെ അങ്ങ് കൂടിയല്ലോ. എന്തോന്നാ ലില്ലി ചേട്ടത്തി കലക്കി തരുന്നത് എന്ന് ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് ലില്ലി എല്ലാം നല്ല മനസ്സോടെ തരുന്നോണ്ടാ എൻ്റെ ഈ ഗ്ലാമർ എന്ന് ശിവരാമൻ ചേട്ടനും പറയുന്നുണ്ട്. എന്നിട്ട് വീണയോടായി വീണയ്ക്കൊരു 10 lakhs ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സരസ്വതി ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ വീണ അവർക്ക് താങ്ക്സ് പറയാ. സരസ്വ ഇല്ലാത്ത കുറവ് എത്ര കാശ് വെച്ചാലും നികത്താൻ പറ്റുമോ ലച്ചു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോൾ അതെനിക്കറിയാലോ ശിവരാമേട്ട, കാശ് കൊണ്ടുള്ള കുറവ് മാത്രമാണ് ഞാൻ മീൻ ചെയ്തത്. ഇനി കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് വീണയോട് പറയുമ്പോൾ നിന്റെ ഈ മനസ്സ് മാത്രം മതി, എല്ലാം ഇനി നന്നായി നടക്കും എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ കുഞ്ഞിക്ക് ഞാൻ കാര്യമായി ഇനി കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിയോടായി സംസാരിക്കുക. മോളെ, നിനക്കറിയാലോ ഞാനും സരസ്വതിയും അമ്മയുടെ വയറ്റിന്ന് ഒന്നിച്ചു തുടങ്ങിയ യാത്രയാ. ഞങ്ങൾ രണ്ടാളും വിപരീത സ്വഭാവമുള്ളവരാ. അവള് സഹനത്തിൻ്റെ ആളാ, ഞാൻ അങ്ങനെയല്ല. എന്നെ ബാക്കിയുള്ളവർ സഹിച്ചോളണം. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളുടെ പുറകെ നടന്നു. ഇഷ്ടമുള്ള ആളെയും സ്വന്തമാക്കി. അവളുടെ ഇഷ്ടങ്ങളെല്ലാം അവൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ചു. അതൊന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. അവളെന്ന അധ്യാപിക ജയിച്ചു. ഒത്തിരി പ്രിയപ്പെട്ടവരെ ഉണ്ടാക്കി. അവാർഡും വാങ്ങി. നാട്ടിലെ പ്രിയപ്പെട്ട ടീച്ചറായി. അവളെന്ന അമ്മയും ഭാര്യയും തോറ്റുപോയി. അവൾ എല്ലാവർക്കും വിധേയായിരുന്നു. അതായിരുന്നു അവളുടെ പ്രശ്നവും. പക്ഷേ നീ നിന്റെ അമ്മയെപ്പോലെ ആവരുത്. അവളുടെ നന്മയുടെ ഭാരമായിരുന്നു അവളെ തളർത്തിയത്. അത്രയ്ക്ക് അങ്ങോട്ട് നന്മമരം ആവണ്ട. നന്മമരം ഈ കാലത്തെ ഒരു പരിഹാസാ. ഇത് കേൾക്കുന്ന വീണ അത് സത്യമാ കുഞ്ഞാ. അമ്മ പക്ഷേ ബോധപൂർവം നന്മമരമാവുന്നതല്ലായിരുന്നു. ഞാൻ അവളെക്കുറിച്ച് മോശമായൊന്നും പറഞ്ഞതല്ല. അവൾ വേദനിച്ച പോലെ നീയും വേദനിക്കരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുമ്പോൾ വീണയും അത് സമ്മതിച്ച് അവർ കോൾ വയ്ക്കുക. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന വല്യമ്മാമ ലച്ചു പറഞ്ഞതിലും കാര്യമുണ്ട്, ഒരു സന്തോഷം അനുഭവിക്കാതെയല്ലേ അവളങ്ങ് പോയത് എന്ന് പറയുമ്പോൾ വീണ വിഷമത്തോടെ കൈവരിയിലിരിക്കുക. പിന്നീട് ജോണും സന്തോഷും റോഡ് സൈഡിൽ കാറൊക്കെ നിർത്ത് വഴിയിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കാനി ബുള്ളറ്റിൽ അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ട് വണ്ടി നിർത്തുന്ന കാനി ഹായ്, ഞാൻ കല്യാണത്തിനായിട്ട് ഇറങ്ങിയതാ എന്ന് പറയുമ്പോൾ ഇപ്പോഴാണോ കല്യാണത്തിന് വരുന്നതെന്ന് ജോൺ ചോദിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സാമൊക്കെ ആയിട്ട് ഞാൻ അവിടെ അങ്ങ് പെട്ടുപോയി. നിങ്ങളെയൊക്കെ ഏതെങ്കിലും എക്സാം ബാധിക്കുമെന്ന് ജോൺ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉഴപ്പാൻ വേണ്ടിയൊന്നും പറയല്ലേ, ഞാൻ വഴിതെറ്റി പോവട്ടോ എന്ന് കനി പറയുന്നുണ്ട്. സന്തോഷാണെങ്കിൽ കനിയെ കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് സന്തോഷിനെ ആളെ അറിയില്ലേ എന്ന് ജോൺ ചോദിക്കുമ്പോൾ അത്ര നല്ല അറിയലല്ലാത്തോണ്ടാ ചേട്ടൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. അതെന്താന്ന് ജോൺ ചോദിക്കുമ്പോൾ വീണ പറഞ്ഞിട്ട് ഈ ചേട്ടനെ ഞാൻ ചെറുതായി ഒന്ന് വിരട്ടിയിരുന്നു. പുള്ളി ബ്രദറിലോ ആയിട്ടൊക്കെ വരുമെന്നാ ഞാൻ കരുതിയത്. വീണ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ വീണയുടെ പുറകെ നടന്ന് പൂവാലം കളിക്കുകയാണെന്ന്. നീ തല്ലിയൊന്നും ഇല്ലല്ലോ എന്ന് ജോൺ ചോദിക്കുമ്പോൾ തല്ലിയൊന്നുമില്ല, പക്ഷേ വീണയും അന്ന് പുള്ളിക്കാരനെ ഇഷ്ടമില്ലാത്ത മട്ടിലാണ് നിന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. പിന്നെയാണല്ലോ എനിക്ക് മനസ്സിലായത് അനിഷ്ടം കാണിച്ചെങ്കിലും വീണയ്ക്കുള്ളിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷിൻ്റെ നേരെ കൈകൂപ്പിക്കൊണ്ട് അതുകൊണ്ട് നമ്മുടെ ആ പഴയ കേസൊന്ന് മാപ്പാക്കി ക്ലോസ് ആക്കണേ. അതൊന്നും കുഴപ്പമില്ലെന്ന് സന്തോഷ് പറയുമ്പോൾ എന്നാൽ ഈ പാവത്താരെ വിരട്ടാൻ തോന്നിയല്ലോ നിനക്ക്. എന്തായാലും കനി നിനക്കൊരു ക്ലിപ്പിടേണ്ട സമയമായി എന്ന് ജോൺ പറയുമ്പോഴേക്കും ക്ലിപ്പിടാൻ നോക്കുന്നോ? വേണമെങ്കിലൊന്ന് ശ്രമിച്ചു നോക്കാലോ. അവൾ ഏത് വഴിക്കാ പോണേന്ന് മനസ്സിലാക്കിയ ജോൺ തനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാ. ഇത് കേൾക്കുന്ന കനി കല്യാണത്തിന് ഈ ഡ്രസ്സൊന്നും ഇട്ട് വരണ്ട, കസവും മുണ്ടും ഷർട്ടും ഇട്ടാൽ മതി, അത് നല്ല ഭംഗിയായിരിക്കും, അടിപൊളിയായിരിക്കും കാണാൻ, പിന്നെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് അവരോട് ബൈ പറഞ്ഞു പോവുക. അവൾ പോയി കഴിയുമ്പോൾ സന്തോഷ് ജോണിനെ കളിയാക്കിക്കൊണ്ട് ഈ വണ്ടി എങ്ങോട്ടാ പോണതെന്ന് മനസ്സിലായി ജോണേ. കുഴപ്പമൊന്നുമില്ല, സരസ്വതി ടീച്ചറുടെ ചേച്ചിയുടെ മകളാകുമ്പോൾ മേരിക്കുട്ടി ടീച്ചർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ചിരിച്ചോണ്ട് അപ്പോൾ നമ്മളും ബന്ധുക്കളാവുമല്ലോ എന്ന് പറയണ കേട്ട്
സന്തോഷ്, നീ ഇത്ര കണ്ണിച്ചോരയില്ലാത്തവനാണോ? നീയും വീണയും തമ്മിൽ സിൻസിയറായി നടക്കുന്ന പ്രണയത്തെ പോലല്ലിത്. ഇവരൊക്കെ ക്രഷിന്റെ ആൾക്കാരാ. നമ്മളൊക്കെ ഈ സൈക്കിൾ തലമുറയാ. ഇവള് ബുള്ളറ്റും. ആ ഒരു വ്യത്യാസമുണ്ട്. ആണോ? എനിക്ക് അങ്ങനെയൊന്നും അല്ല തോന്നിയത്. ഇക്കാര്യത്തിൽ നിന്നെക്കാളും അനുഭവസ്ഥനാണല്ലോ ഞാൻ. കാത്തിരുന്ന് കാണാം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ജോൺ കളിയാക്കി ചിരിക്കുക. കാവ്യ ഋതുക്കുട്ടനും മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കനി അങ്ങോട്ട് എത്തുന്നത്. അവളെ കണ്ട് കാവ്യ ഋതുക്കുട്ടനും ഓടിച്ചെല്ലുന്നുണ്ട്. കനിക്കുഞ്ഞ, എത്ര ദിവസമായി നമ്മൾ കാത്തിരിക്കുക. ഇപ്പോഴാണോ കല്യാണത്തിന് വരുന്നത്? കനിക്കുഞ്ഞില്ലാത്തോണ്ട് ഒരു രസവും ഇല്ല എന്ന് കാവ്യ പറയണ കേട്ട്. ആണോ? എൻ്റെ റീ എൻട്രിക്ക് ബൂസ്റ്റ് ചെയ്ത് ഡയലോഗ് അടിച്ച നിനക്കുള്ള കൈക്കൂലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് കാവ്യയ്ക്ക് കൊടുക്കുക. കൂടെ ഋതുവിനും കൊടുക്കുന്നുണ്ട് ഒരെണ്ണം. അപ്പോഴേക്കും കല്ലുവും വീണയും കൂടി അകത്തുനിന്ന് ഓടി വരുന്നുണ്ട്. വീണ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് നിന്റെ പ്രാക്ടിക്കൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. ചുമ്മാ ഓർമ്മിപ്പിച്ച് മനുഷ്യനെ ടെൻഷൻ ആക്കല്ലേ. നീ ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യും. റിസൾട്ട് വരുമ്പോൾ നിനക്കായി സ്കോറുമായിരിക്കും എന്ന് വീണ പറയണ കേട്ട്. നിന്നെ ബൂസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഒന്നുമില്ലെന്ന് കനി പറയുമ്പോൾ, നിന്നെ കാത്തിരിക്കുക ഞാൻ പർച്ചേസിന് പോവാൻ. നീ നാളെ വരാം മറ്റന്നാൾ വരാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്ന് വീണ പറയണ കേട്ട്. ഇനി എപ്പോൾ വേണാലും പോവാലോ. ഇപ്പോൾ പോണോ എന്ന് കനി ചോദിക്കുന്നുണ്ട്. ഇപ്പം വേണ്ട, നാളെ രാവിലെ ഇറങ്ങാം എന്ന് വീണ പറയണ കേട്ട്. ഡൺ, നമുക്ക് കല്യാണം അടിച്ചു പൊളിക്കണ്ടേ എന്നും പറഞ്ഞ് ആർത്തി വിളിച്ചോണ്ട് കനി കുട്ടികളെ എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ മഹേഷ് അവിടെ പേപ്പർ വായിച്ചുകൊണ്ട് കൈവരിൽ ഇരിപ്പുണ്ട്. മഹേഷ് അന്ന് ബേക്കറിയിൽ വെച്ച് ഫ്രീ ആയി ഗേൾഫ്രണ്ടിന് ജ്യൂസ് കൊടുക്കുന്നത് കനി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്നിരുന്ന്, മഹേഷ് ചേട്ടാ, ബേക്കറിയിലെ ജ്യൂസ് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? പഞ്ചാര കൂട്ടിയുള്ള ജ്യൂസ് തന്നെയാണോ ഇപ്പോഴും എന്ന കനിയുടെ ചോദ്യം കേട്ട്, എന്നെ കൊല്ലല്ലേ, വിട്ടേക്ക് പ്ലീസ് എന്ന് മഹേഷ് ശബ്ദം താത്തി പറയുന്നുണ്ട്. അപ്പോൾ കനി പിള്ളേരെ എല്ലാം വിളിച്ച് സിറ്റ് ഔട്ടിൽ നിന്ന് വീണയ്ക്ക് ചുറ്റത്തിൽ പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ട് ഇതൊന്നും പിടിക്കാതെ ദേഷ്യത്തോടെ രാധ അങ്ങോട്ട് വരുന്നുണ്ട്. നിർത്താൻ, എന്തൊരു ബഹള ഇത്. മനുഷ്യന് ചെവിതല കേൾക്കണ്ടേ? ഇപ്പോൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ മനുഷ്യന് സ്വസ്ഥതയുണ്ടായിരുന്നു. പിന്നെ തുടങ്ങി. നിനക്ക് കല്യാണത്തിന്റെ അന്നെങ്ങാനും വന്നാ പോരായിരുന്നടി എന്ന് കനിയുടെ നേരെ ഒച്ച വെച്ചോണ്ട് മഹേഷിനോടായി. മഹേഷേ, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഞാൻ ഒന്നും കേൾക്കുന്നില്ല, എൻ്റെ ചെവി രണ്ടും പൊട്ടി എന്ന് മഹേഷ് പറയുമ്പോഴേക്കും, കല്യാണ വീടാവുമ്പോൾ കുറച്ച് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും അല്ലേ മഹേഷ് ഏട്ടാ എന്ന് മഹേഷിനോട് ചോദിച്ചിട്ട് ചിരിയും കളിയും ബഹളവും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് കല്ലുവിനോടായി, ഇനി ബഹളം ഉണ്ടാക്കും, ഇതിനേക്കാൾ ബഹളം ഉണ്ടാക്കും. രാധയോടായി, ഇതെന്താ സന്തോഷം അനുവദിക്കാത്ത വീടോ? ഇതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടെന്ന് വെച്ച് ഒരു പ്രോബ്ലം ഇല്ല. ദൂരെ കൊണ്ടു കളഞ്ഞ പൂച്ചയെ പോലെ ഒട്ടും ഉളുപ്പില്ലാതെ ഞാൻ പിന്നെയും വരും എന്ന് രാധയോടായി പറയുമ്പോൾ, അതെനിക്കറിയാം നിനക്ക് ഒട്ടും ഉളുപ്പില്ലെന്ന് എന്ന് രാധ പറയണ കേട്ട്. ഉളുപ്പ് മാത്രല്ല, പോവാൻ എനിക്കൊരു സ്ഥലവും ഇല്ലെന്ന് പറയുമ്പോൾ വീണയും കൂട്ടരും ചിരിച്ചോണ്ടിരിക്കുക. പിന്നീട് കനിയും വീണയും കുട്ടികളും എല്ലാവരും കൂടി വീണയുടെ കട്ടിലിരുന്ന് രാധേജിയെ പറ്റി സംസാരിക്കുക. കുട്ടികളായിരുന്നപ്പോൾ രാധേജിക്ക് എന്തൊരു സ്നേഹമായിരുന്നെന്നോ. ഡേ, നിനക്ക് ഓർമ്മയില്ലേന്ന് കനി വീണയോട് ചോദിക്കുമ്പോൾ, അതൊക്കെ മറക്കാൻ പറ്റുമെന്ന് വീണയും പറയുക. അമ്മയ്ക്ക് അങ്ങനൊരു ഭാവം ഉണ്ടായിരുന്നോ എന്ന് കല്ലു സംശയത്തോടെ ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ജനറേഷനിലെ ഏറ്റവും മൂത്ത ചേച്ചി രാധേച്ചിയായിരുന്നു. എല്ലാവരുടെയും മൂത്ത ചേച്ചി. അന്നൊക്കെ രാധേച്ചിക്ക് ഞങ്ങളോട് നല്ല സ്നേഹമായിരുന്നു. ഞങ്ങളുടെ മുടി കെട്ടിത്തരും, പൗഡർ ഇട്ട് തരും, പൊട്ട് കുത്തിത്തരും, കണ്ണെഴുതിത്തരും. ഇപ്പം രാധേച്ചി ഞങ്ങളുടെ അടുത്ത് തുള്ളുന്നത് കാണുമ്പോൾ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും എന്ന് കനി പറയുമ്പോഴേക്കും, പിന്നെ എപ്പോഴോ രാധേച്ചി മാറിപ്പോയി. രണ്ടാളായി തന്നെയാണ് തോന്നുന്നത് എന്ന് കുഞ്ഞി പറയണ കേട്ട്, ഞാനും അതുപോലെ മാറിപ്പോകോ കുഞ്ഞാ എന്ന് സങ്കടത്തോടെ കല്ലു ചോദിക്കുക. കല്ലു അങ്ങനെ മാറത്തൊന്നുമില്ല. നിന്റെ ഉള്ളിൽ മാറിപ്പോകുന്നൊരു ഭയം എപ്പോഴുമുണ്ട്. അതുകൊണ്ട് നീ മാറാതെ സൂക്ഷിക്കും എന്ന് വീണ പറയണ കേട്ട് കല്ലു സന്തോഷത്തോടെ ചിരിക്കുക. രാധേച്ചി മാറിയത് രാധേച്ചി പോലും അറിഞ്ഞില്ല അല്ലേ എന്ന് കനി ചോദിക്കുമ്പോൾ, മിക്കവരും അവരറിയാതെ തന്നെയാ മാറുന്നത്. വീണ പറയുമ്പോഴേക്കും, നമുക്കെന്തായാലും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ നിലനിർത്തണം. കുറെ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് മാത്രമായൊരു ട്രിപ്പ് പോകണം എന്ന് കനി പറയുമ്പോൾ, അത് അടിപൊളിയായിരിക്കുമെന്ന് വീണയും പറയാ. അല്ലടി, ഇവര് മൂന്നും നമ്മൾ പഴഞ്ചനാണെന്നും പറഞ്ഞ് അന്നേരം നമ്മളെ ഒഴിവാക്കോ എന്ന് കനി വീണയോട് സംശയം ചോദിക്കുമ്പോൾ, കല്ലു കനിക്കൊരു അടി കൊടുത്തോണ്ട്, നമ്മൾ 2 ജനറേഷൻ ആണെങ്കിലും ഒരേ വൈബല്ലേ, അതാണ് പോയിന്റ് എന്നും പറഞ്ഞുകൊണ്ട് കനിയും കൂട്ടരും സന്തോഷത്തോടെ ചിരിക്കുക. പിന്നീട് വീണ കുളിയൊക്കെ കഴിഞ്ഞ് തൻ്റെ കണ്ണാടിക്ക് മുന്നിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കനി അവിടെ കട്ടിലിൽ കിടപ്പുണ്ട്. നീ കെട്ടിപ്പോയ നമ്മുടെ മല്ലയുദ്ധത്തിനുള്ള സ്ഥിരം ഗോത നഷ്ടമാവുമല്ലോ എന്ന് കനി പറയുമ്പോൾ, ഈ റൂമിൻ്റെ കീ നീ തന്നെ വെച്ചോ, ഗ്യാപ്പ് കിട്ടുമ്പോൾ നീ വന്ന് നിന്നോ എന്ന് വീണ പറയണ കേട്ട്, ഞാൻ ഒറ്റയ്ക്കോ
ഇന്ത്യക്കാരൻ പാകിസ്ഥാൻ ചായക്കട കയറിയ അവസ്ഥയായിരിക്കും എൻ്റേത്. വെറുതെ നമ്മളായിട്ട് സംഘർഷം ഉണ്ടാക്കി വെക്കണോ എന്ന് കനി ചോദിക്കുമ്പോൾ, കനി വരുമ്പോൾ തന്നെ കൂടി വിളിച്ചാൽ മതി, താൻ വന്നോളാമെന്ന് വീണ പറയുമ്പോൾ അതൊക്കെ വെറും വാക്കിലേ ഉണ്ടാവൂ. ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ വേറെ ആളാവും. കനി പറയണ കേട്ട് തനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് വീണ പറയാ. അവളടുത്ത് ചെന്നിരുന്ന് അവളുടെ അമ്മ പാർവതി വല്യമ്മ കല്യാണത്തിന് വരില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയമ്മയുടെ മരണത്തിന് പോലും വരാത്ത അവര് നിന്റെ കല്യാണത്തിന് വരുമോ എന്ന് കനി ചോദിക്കണ കേട്ട് അവർ രണ്ടാൾക്കും അവരുടേതായ തിരക്കുകളില്ലേ, അതുകൊണ്ടാവും എന്ന് വീണ പറയുമ്പോൾ, നിനക്ക് ഇതുവരെയും എൻ്റെ അമ്മ അച്ഛനെ മനസ്സിലായില്ലേ? അച്ഛൻ നേവിന്ന് റിട്ടയർഡായിട്ട് ഒരുപാട് കൊല്ലമായി. 3 വർഷം മുമ്പ് അമ്മയും VRS എടുത്തു. എല്ലാ കാര്യങ്ങളും ചെറിയമ്മയ്ക്ക് അറിയായിരുന്നു. അച്ഛനും അമ്മയും അവരുടെ ജീവിതം മാത്രം നോക്കി സ്വതന്ത്രമായി ജീവിക്കുന്നവരായിരുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ പല പല ബോർഡിങ്ങുകളിലായിരുന്നു. അവരെന്നെ വളർത്തിയതൊന്നുമല്ല, ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങ് വളർന്നു. രണ്ടാളും വളരെ മോഡേണായ മനുഷ്യരാണെന്ന് സ്വയം വിചാരിക്കുന്നവരാ. അവർ രണ്ടാളും ഒട്ടും സെന്റിമെന്റലുമല്ല, അറ്റാച്ച്ഡുമല്ല. അവർ രണ്ടാളും സ്നേഹത്തോടെ എന്നെ ഒന്ന് തൊട്ട ഓർമ്മ പോലും എനിക്കില്ല എന്ന് കനി സങ്കടത്തോടെ പറയാ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ഹൃദയം കൊണ്ട് തൊടുന്നത് എങ്ങനെയാണെന്ന് ചെറിയമ്മ എന്നെ പഠിപ്പിച്ചത്. ഒട്ടും റൂട്ടഡ് അല്ലാത്ത 2 മനുഷ്യരുടെ മകൾ വല്ലാണ്ട് റൂട്ടഡ് ആയതും ഈ കേരളവുമായി വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയതും ഒക്കെ ചെറിയമ്മ കാരണാടി. നിനക്കറിയാലോ ഞാൻ എന്തിനാ ഇവിടുത്തെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് ചേർന്നിരിക്കുന്നതെന്ന്. കനി സങ്കടത്തോടെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വിഷമിച്ചോണ്ടിരുന്ന വീണ, നിന്റെ ഈ കൂൾ ആറ്റിറ്റ്യൂഡൊന്നും കണ്ടപ്പോൾ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ലടി എന്ന് വിഷമത്തോടെ പറയാ. എനിക്ക് ഈ മാതിരി കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒത്തിരി ചളമാവുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. ഏറ്റവും വീക്കായിട്ടുള്ള കനിയെ ഞാൻ ചെറിയമ്മയുടെ മുന്നിൽ മാത്രമേ കാണിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. ഞാൻ വീണയോടൊരു കാര്യം പറയട്ടെ, ചെറിയമ്മയ്ക്കല്ലാതെ ഈ കുടുംബത്തിൽ വേറെ ആർക്കും അതറിയില്ല. അച്ഛനും അമ്മയും സെപ്പറേറ്റഡാ. 3 വർഷത്തോളമായി. സൗഹൃദപരമായി വേർപിരിഞ്ഞവർ. രണ്ടാളും 2 ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പരസ്പരം ജീവിതങ്ങളിലൊന്നും ഇടപെടാതെ സ്വതന്ത്രമായി ജീവിക്കുന്നവർ. പെട്ടുപോയത് ഞാനല്ലേടി എന്ന് സങ്കടത്തോടെ പറയുന്ന കനിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. എനിക്ക് 18 വയസ്സായപ്പോൾ അവർ കുടുംബം പിരിച്ചുവിട്ടു. കുട്ടിയെ വളർത്തി അവൾക്ക് പ്രായപൂർത്തിയായതുകൊണ്ട് ഇനി കുടുംബത്തിന് പ്രാധാന്യമില്ലെന്ന്. പിന്നെ വൈകാതെ അവർ സെപ്പറേറ്റഡ് ആയി. അച്ഛനും അമ്മയും 2 ധ്രുവങ്ങളടി. അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞു മടുത്തു. കോമൺ മാറ്റർ എന്ന രീതിയിൽ സംസാരിക്കാൻ എനിക്കാണെങ്കിൽ സഹോദരങ്ങളുമില്ല. അവളുടെ സങ്കടം കണ്ട് നിനക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഇക്കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നീ പോവില്ലേ എന്ന് കനി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ, എവിടെ പോവാനാ, നിന്റെ ബുള്ളറ്റിൽ കൂടിയ ഒരു 10 മിനിറ്റ്, അത്ര ദൂരല്ലേ ഉള്ളൂ എന്ന് വീണ ചോദിക്കുമ്പോൾ, എന്തൊക്കെ പറഞ്ഞാലും അത് വേറെ വീട്ടുകാരും വീടും ഒക്കെ അല്ലേ. അതിപ്പോ ചെന്നു കയറുന്ന എൻ്റെ അവസ്ഥയും അത് തന്നെ അല്ലേടി. അതൊക്കെ ചെന്നു കഴിഞ്ഞാൽ മാറുമെന്ന് കനി പറയുന്നുണ്ട്. അപ്പോ വല്യച്ഛനും വല്യമ്മയും നിന്നെ വിളിക്കാറേ ഇല്ലേ എന്ന് വീണ ചോദിക്കണ കേട്ട് ഇടയ്ക്ക് അച്ഛൻ വിളിക്കും. അമ്മയ്ക്ക് പിന്നെ അതിനു കൂടി സമയമില്ല. അമ്മയ്ക്ക് അമ്മയുടേതുപോലെ ചിന്തകളുള്ള ഒരു കൂട്ടം ഫ്രണ്ട്സിന്റെ ഗ്യാങ് ഉണ്ട്. അവരെല്ലാരും കൂടി പരമാവധി സ്വാതന്ത്ര്യം ആഘോഷിച്ച് ലോകം കറങ്ങുക. പിന്നെ രണ്ടാളും കൂടി കൃത്യമായി എനിക്കൊരു തുക അയക്കും. ഒരു ദിവസം പോലും അതിനൊരു മാറ്റം ഉണ്ടാവാറില്ല. ഇവര് രണ്ടാളും എന്നെ പേര് വിളിക്കുന്നത് പോലും ക്ലാസ്സിലൊക്കെ ടീച്ചർമാര് പേര് വിളിക്കില്ലേ, കനികാന്ന്, അതുപോലെയാ. എൻ്റെ പേര് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള വാക്കാണെന്ന് എനിക്ക് അന്നേരാ തോന്നുക. ചെറിയമ്മയുടെ കനിക്കുട്ടി എന്നുള്ളൊരു വിളിയുണ്ട്. നമ്മുടെ സകലമാന ഡിപ്രഷനും തകർത്തു കളയുന്നൊരു വിളി. എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. എനിക്ക് ചെറിയമ്മയെ മിസ് ചെയ്യാടി എന്നും പറഞ്ഞുകൊണ്ട് കനി കരയ്യ. അവളുടെ വിഷമം കണ്ട് വീണ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എടി, ഞാൻ പോയാലും നീ ഇവിടെ വരണം. ഈ മുറി ഇനി നിന്റേതും കൂടിയാ. വെറുതെ അതൊന്നും വേണ്ട. നീ ഇല്ലാണ്ട് ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്ന് കനി ചോദിക്കുമ്പോൾ, പിള്ളേർക്കൊക്കെ നിന്നോട് എന്ത് കാര്യാ, അവരില്ലേ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നിന്നോട് ഞാനത് പിന്നീട് പറയാം എന്ന് വീണ പറയുമ്പോൾ, സസ്പെൻസ് ആണോ എന്ന് കനി ചോദിക്കുന്നുണ്ട്. സസ്പെൻസ് തന്നെയാ. ശരിക്കും നീ ഞെട്ടുന്ന, നിനക്ക് ഒത്തിരി സന്തോഷമാവുന്ന ഒരു സസ്പെൻസ്. അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് കനി ചോദിക്കുമ്പോൾ, ഉണ്ടെന്നേ, വഴിയെ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് വീണ കനിയെ ചേർത്ത് പിടിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.